ഫലസ്തീനികളെ ഖുദ്സിൽ നിന്ന് വിലക്കുകയും ഇസ്രായേൽ പൗരന്മാരെ യഥേഷ്ടം ഖുദ്സ് സന്ദർശിക്കാൻ അനുവദിക്കുകയും ചെയ്തതാണ് സംഘർഷം തുടരുന്നതിന് കാരണം. നേരത്തെ 45 വയസ്സിൽ താഴെയുള്ളവരെയും സ്ത്രീകളെയും ഖുദ്സിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ ബുധനാഴ്ച ഫലസ്തീനികളെ പൂർണ്ണമായും വിലക്കിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഹെബ്രോണിലെ ഇബ്രാഹിമി പള്ളി വിഭജിച്ചതുപോലെ മസ്ജിദുൽ അക്സയും വിഭജിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കമെന്നാണ് ഫലസ്തീനികളുടെ ആരോപണം. ഇസ്രായേൽ നെസറ്റിലെ അറബ് വംശജനായ അംഗം ഹാനിൻ ഷ്വാബിയുടെ നേതൃത്വത്തിൽ ഫലസ്തീനികൾ പോലീസുമായി ഏറ്റുമുട്ടി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. هنالك الآن شبه تقسيم زماني في القدس والآن إذا نجح التقسيم الزماني بالتأكيد سينتقل إلى التقسيم المكاني. يجب أن تكون هنالك هبة جماهيرية لنصرة القدس والأقصى. മസ്ജിദുൽ അക്സ ഉൾക്കൊള്ളുന്ന ഖുദ്സിൽ ഫലസ്തീനികളെ തടയുന്നില്ലെന്നും ഫലസ്തീൻ തീവ്രവാദികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരത്തെ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.